ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ സിറത്തെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിനുള്ള അടിപൊളി ഒരു ഹെയർ സിറമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയ സമയത്ത് മിന്നലുണ്ട്, കാറ്റുണ്ട്, മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് ഇനി വേണ്ടത് ചെമ്പരത്തിയുടെ 2 ഇല വേണം, അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ 2 ഇല വേണം. ഈ ഒരു സിറം ഉണ്ടാക്കാൻ പനിക്കൂർക്ക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനാണ് പനിക്കൂർക്കയുടെ ഇല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം തുമ്മലോ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് 2 സ്പൂൺ തേയില, അതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ച് 1 ഗ്ലാസ്സാക്കി മാറ്റി വെക്കണം നമുക്ക്. അപ്പം ഞാൻ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല പോലെ തിളച്ച് അത് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാൻ അടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. ഇനി വേണ്ടത് നമുക്ക് കൊച്ചുള്ളി വേണം, കറിവേപ്പില വേണം, പിന്നെ ബാക്കി 2 ഇലകളും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വേറെ വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ തേയിലയുടെ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി അരിച്ച് വെക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. തേയിലവെള്ളം മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്, ബാക്കി മിച്ചം ഇരിപ്പുണ്ട്. ഞാനിനി ഇത് ഒരു അരിപ്പയിലോട്ട് മാറ്റി അരിച്ചെടുക്കുകയാണ്. ശരിക്കും നമ്മൾ തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ മട്ടോട് കൂടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ലത്. പിന്നെ നമുക്ക് തലമുടിയിലിരിക്കുമ്പോൾ ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് 2-3 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു മട്ട് ഞാൻ കൊണ്ടുപോയി എൻ്റെ ഗാർഡനിൽ തന്നെ ഇടുവാണ്. കാരണം നമുക്ക് അലോവേരയുടെ ചുവട്ടിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഗ്രോത്ത് നന്നായിട്ടുണ്ടാകും. അപ്പം ഞാൻ അതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ചൂട്ടിലെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയിപ്പം ഞാൻ ആ സിറം എൻ്റെ തലയിലൊന്ന് തേക്കുകയാണ്. ഞാനൊരു 10 മിനിറ്റ് രാത്രിയിൽ തേക്കാറുള്ളൂ. എന്നിട്ട് ഹെയർ വാഷ് ചെയ്യും. മിക്കവാറും സന്ധ്യയ്ക്ക് മുമ്പാണ് ഞാൻ അങ്ങനെ ഹെയർ കഴുകാറുള്ളത്. കാരണം എനിക്ക് തുമ്മലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനങ്ങനെ നൈറ്റ് ഉപയോഗിക്കില്ല. പിന്നെ എനിക്കൊരു ചെമ്പരത്തിപ്പൂ ഉണ്ടായി നിൽപ്പുണ്ട്. അങ്ങനെ ഞാനത് വാഷ് ചെയ്ത് നൈറ്റ് ടൈമിൽ ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഹെയർ ഡ്രൈ ചെയ്തിരിക്കുന്നതാണ്. മുടി ഇപ്പോൾ ഉണങ്ങിയിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു സിൽക്കി ഷൈനായിട്ട് മുടി കിടക്കും. അപ്പം ബേബി ഹെയർ ഒക്കെ നമുക്ക് ഒരുപാടുണ്ടാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബൈ.